പൊഴിയുമോ മഴവില്ലിൽ മോഹം മിന്നുമ്പോൾ നെയ്യാകെ മൂടും നനവായി പെയ്യുന്നിതാരോ താനേ നീ തെന്നി തെന്നി ഒഴുകവേ കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ തേൻ തുള്ളി തൂവും നിമിഷമേ മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ മഴപ്പന്തലിന് താഴെ വാ ഇടനെഞ്ചിലൊരു താളം താ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞവറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും ഏറ്റവും അനുഗ്രഹമായ അത്ഭുതകരമായ അനുദിനം വഴി നടത്തുകയും ചെയ്യുന്ന സ്നേഹവാനാകുന്ന ദൈവമേ, പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലുമായിരുന്ന അടിയങ്ങളെ ഇവിടുത്തെ മക്കളുടെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിവരുത്തി കൃപയ്ക്കായി നന്ദിയോടെ 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 സ്തോത്രം. സ്വർഗം ചായച്ച് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന തമ്പുരാനെ, സ്വർഗം ചായച്ചടിയങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അവിടുത്തെ ആണിപ്പാടുള്ള വലുതകരം തൊട്ട ദൈവമേ, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിവാഹ കൂദാശയ്ക്കായി ഒരുങ്ങി പുറപ്പെടുന്ന ഈ മകനെയും
ഇവനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന മകളെയും ഇവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. ബാല്യം മുതൽ നിന്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിച്ച് അനുഗ്രഹകരമായ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനും അനുഗ്രഹകരമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനും തക്കവണ്ണം നിന്റെ മക്കളെ നീ ഒരുക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഉപജീവനത്തിനുള്ള മാർഗങ്ങളൊക്കെ നിന്റെ മക്കൾക്ക് നീ കാട്ടിക്കൊടുത്തു. പോയ വഴികളിലൊക്കെ തമ്പുരാൻ താങ്ങും തണലുമായിരുന്നു. ഇന്നേ വരെ കാത്തു സൂക്ഷിച്ച ദൈവമേ, നിന്റെ മക്കൾക്കായി നീ ഒരുക്കിയ ഈ അനുഗ്രഹകരമായ നിമിഷത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് കൂടെ ഇരിക്കുകയും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടെ ഇരുന്ന് വഴി നടത്തുകയും അവർക്ക് അനുഗ്രഹകരമായ കുടുംബജീവിതങ്ങളെയൊക്കെ ഒരുക്കുകയും ചെയ്ത ദൈവമായ കർത്താവെ, നീ നിന്റെ മകനും ഇവനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന മകള് ഒരുമയോടും സന്തോഷത്തോടും കൂടെ ജീവിച്ചുകൊണ്ട് ധന്യമായ ഒരു കുടുംബജീവൻ നയിപ്പാൻ തക്കൊണ്ട് നിന്റെ മക്കളെ സഹായിക്കണമേ. കാനാവിലെ കല്യാണ ഭവനത്തിലേക്ക് എഴുന്നള്ളിച്ചെന്ന കുറവുകളെയൊക്കെ പരിഹരിച്ച് ആ ഭവനത്തിന്റെ ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി സന്തോഷകരമായ സാഹചര്യങ്ങൾ ഒരുക്കിയ തമ്പുരാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹ കുദാശയിന്മേലും എഴുന്നള്ളി വന്ന് എല്ലാ കുറവുകളും പരിഹരിച്ച് സന്തോഷ സമ്പൂർണമായ ഒരു കുടുംബജീവൻ നയിപ്പാൻ നിന്റെ മക്കളെ ഒരുമയോടെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഉരുവതകൾ പോലെയും ആകുന്നു തിരുവചനത്തിൽ കാണുന്നത് പോലെ ദൈവമേ, അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷത്തിന്റെ കാലങ്ങളെയും സമൃദ്ധിയുടെ നാളുകളെയും നൽകി നിന്റെ മക്കളുടെ കുടുംബജീവിതത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ. പോകുന്ന വഴികളിലൊക്കെയും തമ്പുരാൻ കൂടെ ഇരിക്കണമേ. ബന്ധം ചേരുന്ന ഇരു ഭവനങ്ങളെ ഇവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിൽ നിന്ന് വാങ്ങി തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പിതാവിനെയും എല്ലാ പൂർവികരെയും ഞങ്ങൾ ഓർക്കുന്നു. ഒരു പ്രാർത്ഥനയും മധ്യസ്ഥതയും നിന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം കാവലും കോട്ടയുമായിരിക്കണമേ. എപ്പോഴും കാവലായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെന്നും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും തമ്പുരാനെ ഞങ്ങളുടെ ഈ ഭവനത്തിന് മേലും വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന മകൻ്റെ മേലും മകളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും വിവാഹ ശുശ്രൂഷകളുടെ മേലും ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല പരേതാത്മാക്കളുടെ മേലും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. കാലം കണ്ണാടിയായി മുന്നാടി മോഹങ്ങളും നാകെ പെയ്യുന്നു പുതുനിറമായി നീ തെന്നി തെന്നി ഒഴുകവേ കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ തേൻ തുള്ളി തൂവും നിമിഷമേ മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ കവറും ഉയിരെ പോലെ എന്താണ് നീ എന്താണ് ആ കാതൽ മഴയാ തനുവിൽ ചേരും ആരാണ് നീ ആരാണ് ഉയരേ ചിരകോ രാവിൻ നിലവോ താരിൻ മധുവോ കാണാ കനവോ നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി കാതോട് കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി ഉയരങ്ങളിൽ സ്തുതി
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന വിഷയ രാജാവേ, നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് സമത്തിനേക്കാൾ ഞാൻ നന്മയാകും. എന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വെളിപ്പെടുത്തൽ സൃഷ്ടിക്കണമേ. സ്ത്രീകളുടെ ആത്മാവിനെ പുതുതാക്കണമേ. എന്റെ തിരുമുഖത്തെ തള്ളിക്കളയരുതേ. എന്റെ വിശുദ്ധാത്മാവിൽ നിനക്ക് വരവേ. എന്നാലും നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവെന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിന്നിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിന്റെ രക്ഷയുള്ളവേ, എന്റെ നാവിനെ സ്തുതി. കർത്താവേ, എനിക്ക് തോന്നണമേ. എന്റെ വായിക്കുന്ന സ്ത്രീകൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സ്വീകരണം ചെയ്യണമേ. മുസ്ലിമുകളെ പണിയണമേ. അപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്നെ കാണുകയായി കഴിയും. ദൈവമേ, സ്വർഗ്ഗയോഗ്യമാകുന്നു.
ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ച് അവിടുത്തെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്നു. ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടുമുള്ള ഐകമത്യവരുണ്ടാവുകയും ചെയ്യണമേ. ഓശോ വക്തുൽ സുബാലോൽമീ. അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും വീഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും നിത്യവും ഇടപെടാതെ അണയ്ക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. വിജാതിപുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വാഹനത്തിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ സമയത്തും സകല നാട്ടിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീയ അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാവുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിങ്ങളുടേതായ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനമുള്ള ദൈവോട് തന്നെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വാഗ്നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു.
ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്രീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരാവുന്ന ഞങ്ങൾ ആശ്രദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തിരുവാരുടെയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നമ്മളേച്ചതകൾ വന്നിരിക്കുവാൻ കൃപയോട് നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായി മനോരയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മനോരയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും നീ സ്നേഹത്തോടെ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ും
ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവൻ തിരുവൻപാൽ നിൽക്കുന്ന ബലഹീനനായ ഞങ്ങളുടെ മാധ്യസ്ഥ മൂലം പരസ്പരം ചെയ്യപ്പെടുകയും നമ്മുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃനടപടികളാകുന്ന പതിരുപരമുള്ള വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും വിശ്വാസതയും വികാരഭരിതമല്ലാത്ത ഐക്യവരുണ്ടാകുമാറാകണമേ. ആത്മാവിന്റെ ശരീരത്തിന് പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് നീ ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ സ്ത്രീ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോദനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപതരത്തിതം അനുഗ്രഹപ്രദവുമായ ഈ വലങ്ങി ആഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ സ്നേഹിതന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശീലങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വബകൂല സുബ്ഹാനവൽമീൻ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ സിംഹമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വാദിച്ചും കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ നീതിയാകുന്ന മോദനങ്ങൾ കൊണ്ട് ഇവരെ താൻ പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സമ്മതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് വരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ സുസന്ന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ താൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ.
ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സത്പ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങൾ എല്ലാവരുടെയും മേലെ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശം ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുത്തെ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാവുന്നതാണ്. ഈ സന്ദർഭത്തിൽ ഈ ഇടവകയുടെ മുൻ വികാരിയും കൊല്ലം ഭദ്രാസന വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറിയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഗത്ഭവാഗ്മിയുമായിരിക്കുന്ന ജോൺ ടി വർഗീസ് അച്ഛൻ, ബിജു കുളക്കടി അച്ഛൻ ഈ വധൂവരന്മാർക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്നേഹാദരണീയരായ എല്ലാ പട്ടക്കാരെ, പട്ടക്കാരുമേ, പ്രിയപ്പെട്ട ജിയോ, പ്രിയപ്പെട്ട മനസ്സ്, സ്നേഹമുള്ള എല്ലാവരുമേ, വളരെ അഴകുള്ള ഈ മധ്യാഹ്നത്തിൽ ക്രിസ്തുവിൽ സ്നേഹവന്ദനം. മനസ്സിയോടും ജിയോയോടും വീരാൻകുട്ടി മാഷത്തെ ഒരു ചെറിയ കവിത ഞാൻ പറയാം. ഇങ്ങനെയാണ്: മഴയത്ത് ഒരു ഇല ചൂടി നടന്നു പോകുന്നു 2 പേർ. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്നറിയാൻ അവരിൽ ആരാണ് കൂടുതൽ നനഞ്ഞതെന്ന് നോക്കിയാൽ മതി. മനസ്സിലാവും? മഴയത്ത് ഒരു ഇല ചൂടി നടന്നു പോകുന്നു 2 പേർ. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്നറിയാൻ അവരിലാരാണ് കൂടുതൽ നനഞ്ഞതെന്ന് നോക്കിയാൽ മതി. കിട്ടിയില്ലേ? സ്നേഹത്തെ പറ്റി തർക്കിക്കുന്നു 2 പേർ. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്നറിയാൻ
അതിലാരാണ് തോറ്റതെന്ന് നോക്കിയാൽ മതി. കവിത ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ജിയോയ്ക്ക് മാനസിക്കും ഒരു നല്ല എന്തോ ഒന്നതിനകത്തുണ്ടല്ലേ. ഒരു ഇല ചൂടി നടന്നു പോകുമ്പോൾ പങ്കാളിക്ക് വേണ്ടി ഇല അങ്ങോട്ട് നീട്ടിക്കൊടുക്കുക, കൊട ഇങ്ങോട്ട് പിടിച്ചു കൊടുക്കുക, നനയുക. അത്രയും മനോഹരമായൊരു കാഴ്ച വേറെ ഒന്നുമില്ല. ദാമ്പത്യം മനസ്സുകൾ തീർക്കുന്ന മഴവില്ല. ജിയോയും ആൻസിയും ഒരുമിച്ച് ചേരുന്നതിൻ്റെ സന്തോഷം മനസ്സുകൾ തീർക്കുന്ന മഴവില്ല. ആ മഴവില്ല് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരൊറ്റ വാക്കിൽ ഒത്തിരി വീടുകൾ ബൈബിളിലുണ്ടല്ലോ, പക്ഷെ ഒരു വീട് സ്നേഹം തണുത്തു പോകാത്ത വീടാണ്. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ തറയിൽ പാകിയിരിക്കുന്ന ഗ്രാനൈറ്റ് പാളികളെക്കാൾ തണുപ്പാണ് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഉള്ളുകൾ. ഞാനീ പറഞ്ഞു വന്ന വീട് പഴയ നിയമത്തിലെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ എൽക്കാന ഹന്ന ഒരു കപ്പിൾസ് ഉണ്ട്. വായിച്ചിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും വീടുണ്ടാവും. ജിയോയ്ക്കറിയാം, ജിയോ പഴമയൊക്കെ ധാരാളം ഉണ്ടെന്ന് വായിച്ചിട്ടുള്ള ആളാണ്. പഴയത് എൽക്കാനയ്ക്കും ഹന്നയ്ക്കും പ്രിയപ്പെട്ട ആൻസി കുഞ്ഞുങ്ങളില്ല. ഒരുപാട് കാലം, ദശാബ്ദങ്ങൾ മരവിച്ച മനസ്സുമായി അവർ ജീവിച്ചു. കല്യാണം കഴിഞ്ഞിട്ടൊരു 3-4 ദശാബ്ദങ്ങളെങ്കിലും കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമാകുന്നത് തോന്നുമ്പോൾ മനസ്സ് തന്നെ കല്ലായി പോയേക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൽക്കാന ഒരു ദിവസം എവിടേക്കോ പോകുന്നു. പതിവ് പോലെ ഈ ഹന്ന കരയുകയാണ്. മക്കളില്ലാതിരിക്കുന്ന കാലം 10-40 വർഷമായിട്ടുണ്ടാവാം കല്യാണം കഴിച്ചിട്ട്. എൻ്റെ രൂപമാണ്. കരയുന്ന സ്ത്രീയെ, കരയുന്ന ഭാര്യയുടെ തോളിൽ തട്ടി ബൈബിളിൽ ഒരു വളരെ റൊമാൻറ്റിക്കായൊരു വർത്തമാനമുണ്ട് അനുസരിച്ച്. അതെങ്ങനെയാണ്? എന്തിനാണ് നമുക്ക് മക്കൾ? ഞാൻ നിനക്ക് 10 ആൺമക്കളേക്കാൾ നല്ലതല്ലേ? ഇത് ഹണിമൂൺ ടൈമിൽ ജിയോ ചിലപ്പോൾ ചോദിക്കും, ആൻസി ചിലപ്പോൾ ചോദിക്കും. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-40 വർഷം കഴിയുമ്പോഴും സങ്കടങ്ങൾ പിന്നെയും തോരാതെ പെയ്താൽ നിങ്ങളിൽ ഒരാളോട് ഇത്ര പ്രണയമുള്ള വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് പണിഞ്ഞു തുടങ്ങുന്ന വീടിനെ നമ്മൾ അങ്ങനെ വിളിക്കും സ്നേഹം തണുത്തു പോകാത്ത വീട്. 1 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഒരു ശുശ്രൂഷയുടെ ഒരു ഇടവേളയിലാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണിത് എന്നൊന്ന് മെല്ലെ ചിന്തിച്ചാൽ തൊട്ടു മുമ്പിലെയാ എല്ലാം മനോഹരമാണ്. പാരും വാനുമഴിഞ്ഞാലും വാഴും നീ ആപത്തന്നെ എന്നാണ്. ആകാശം പൊട്ടിപ്പോയാലും എൻ്റെ പൊന്നാൻസി നീ എൻ്റെ കൂടെ കാണും എന്നാണ് ആ പാടിയതിൻ്റെ അർത്ഥം. ഇന്നത്തെ പകലിൽ പറഞ്ഞ അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. പാരും വാനുമഴിഞ്ഞാലും ഭൂമി ഇളകിപ്പോയാലും എൻ്റെ ജിയോ ഞാൻ കൂടെ കാണും, വാഴും നീ ആപത്തന്നെ. ഈ ഇരിക്കുന്ന എല്ലാവരും മിക്ക പേര് കല്യാണം കഴിച്ചവരാണ്, കല്യാണം കഴിക്കാനുള്ളവരുണ്ട്. നമ്മളെല്ലാം സ്നേഹിക്കുന്നത് ഒരു വൈകാരിക സ്നേഹമാണ്, ഒരു ഇമോഷണലാണ്. അതിനപ്പുറമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല, വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇമോഷണലാണ്, ഓരോ ഇഷ്ടങ്ങളിൽ കെട്ടിപ്പോക്കുന്നതാണ് സ്നേഹങ്ങളോ. പക്ഷെ ഈ 1 മണിക്കൂറിൽ ഈ ഇമോഷണലായ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും വളരെ ഇമോഷണലായാണ് സംസാരിക്കുക. പക്ഷെ ഈ 1 മണിക്കൂറിൽ പറയുന്നത് മുഴുവൻ ഇമോഷണൽ അല്ലാത്ത കാര്യങ്ങളാണ്. സാക്രമെന്റൽ എന്നാണ് പറയാം. ഇമോഷണൽ ലവ് ബിക്കെയിം സാക്രമെന്റൽ ലവ്. ഈ ഒരു പ്രോഗ്രഷനിലാണ് ഈ ക്രിസ്തീയ കുടുംബത്തിന്റെ വാല്യൂസ് ആൻഡ് വെർച്യൂസ് എന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമോഷണലായിട്ടാണ് നിങ്ങളിപ്പോൾ രണ്ടുപേരും ഇരിക്കുന്നത്. ആ ഇമോഷണൽ ലവ് കളയരുത്. പക്ഷേ ഈ സാക്രമെന്റൽ, അതാണ് ഈ ഔദാശിക സ്നേഹത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ തണുത്തു പോകാത്ത സ്നേഹം ഒരു 40 വർഷം കഴിഞ്ഞപ്പോൾ എൽക്കാന ഹന്നയോട് പറയുന്ന റൊമാൻറ്റിക് വർത്തമാനമുണ്ട്. എന്തിനാണ് ഈ പിള്ളേര്? ഞാൻ നിനക്ക് 10 ആൺപിള്ളേരെക്കാൾ നല്ലതല്ലേ? ഇത് നിങ്ങൾ 2052 പറയുമോ? ഇത് നിങ്ങൾ 2055 പറയും. ദൈവം ആയുസ് തരികയാണ്. 2026 പറയും, 25 പറയും. സ്നേഹം തണുത്തു പോകാതെ കൊണ്ട് നടക്കാൻ ഇറ്റ്സ് എ വെരി ബിഗ് ചലഞ്ച് അല്ലേ? രണ്ടാമത്, അപ്പോൾ ആ ഒരു തലക്കെട്ട് സ്നേഹം തണുത്തു പോകാതെ സൂക്ഷിക്കുക ഒരു വെല്ലുവിളിയാണ്. രണ്ടാമത്തേത് ഈ ജനാലയൊക്കെ മുകളിലേക്ക് തുറക്കുന്ന വീടെന്നുള്ളതാണ്. അപ്പം നമ്മുടെയൊക്കെ വീടുകളുടെ സൈഡിലാണ് ജനാല. സൈഡിൽ ജനാല തുറന്നാൽ ആരെ കാണാം? അയൽവക്കക്കാരെ കാണാം.
അപ്പുറത്തെ ചേച്ചിയെ കാണാം, ഇപ്പുറത്തെ ചേട്ടനെ കാണാം. വശങ്ങളിലെ ജനാലകളെല്ലാം ലോകത്തെ കാണാനാണ്. പക്ഷെ പഴയ നിയമത്തില് ദാനിയേൽ എന്ന് പറയുന്ന ഒരു വളരെ മിടുക്കനായ ഒരു ദൈവഭക്തനായ ഒരു ചെറുപ്പക്കാരൻ, അറിയാമല്ലോ, 17 വയസ്സിൽ ബാബേലിൽ ചെന്ന് പെട്ടുപോയാണ്. ഏതാണ്ട് 90 വയസ്സ് വരെ അവിടെയുണ്ട്. അപ്പൊ ആ മനുഷ്യന് ദാനിയേലിന്റെ ജീവിതത്തിൽ വേദന, സങ്കടം, മരണം വരെ വന്നു. കൊന്നുകളയാൻ രാജാവ് കൽപ്പനയൊക്കെ ഇടുന്നുണ്ട്. ദാനിയേൽ ചെയ്തൊരു കർമ്മം വളരെ അഴകോടെ വേദം പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? ദാനിയേൽ തന്റെ വീട്ടിലേക്ക് ചെന്നു. ജനാല ജെറുസലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുട്ടിന്മേൽ നിന്ന് 3 പ്രാവശ്യം എല്ലാ ദിവസവും ചെയ്യുന്ന പ്രാർത്ഥിച്ചു. ജെറുസലേം എന്ന് പറയുന്നൊരു പള്ളിയാണ്. പള്ളിക്ക് നേരെ ജനാല തുറന്നിട്ടു എന്നുള്ളതാണ് സ്വർഗീയ ജെറുസലേം. നമ്മുടെയൊക്കെ ജനാല വശങ്ങളിലാണ്. പക്ഷെ ദാനിയേലിന്റെ വീട്ടിന്റെ സങ്കടങ്ങളിൽ ജനാല മുകളിലോട്ട് തുറന്നു. ജനാല എന്നുള്ളതിന് വേറൊരു ഇംഗ്ലീഷ് പദം ആൻസയ്ക്ക് പറയാമോ? ജനൽ എന്നുള്ളത് വിൻഡോ. വാട്ട് മീൻ ബൈ വിൻഡോ ഇൻ ദ മോഡേൺ വേൾഡ്? ജിയോ പറയൂ. വാട്ട് മീൻ ബൈ വിൻഡോ? വിൻഡോസ്. കോമൺലി ഇറ്റ് യൂസ് ദ എന്താ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഡിവൈസസ് അല്ലേ? അപ്പോൾ ഒരു ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന, ആൻസ് ഉപയോഗിക്കുന്ന, ജിയോ ഉപയോഗിക്കുന്ന ലാപ്പിൽ കുറേ വിൻഡോ ഒരേ സമയം തുറന്നിട്ടാൽ എന്നാ പറ്റും? സിമ്പിളായിട്ട് ഒറ്റവാക്കെയുള്ളൂ. ഹാങ് ആവും. ഇപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ് ഓരോന്നും ഇങ്ങനെ തുറന്നിട്ട് ഒത്തിരി വിൻഡോ തുറന്നു കിടന്നാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയാലും എന്ത് പറ്റും? ഹാങ് ആവും. ഈ ഹാങ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിഫ്രഷ് ചെയ്യും അല്ലേ? ഈ ഹാങ് ആകാതിരിക്കാൻ എന്തേ ഉള്ളൂ മാർഗം? ഒത്തിരി വിൻഡോ ഒരേ സമയം. ദാനിയേലിനെ കുറിച്ച് പറയുന്നത് സ്വർഗത്തേക്കൊരു ജനാല തുറന്നിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കുറേ സങ്കടം വന്നേക്കാം, സ്വാഭാവികം, മനുഷ്യ ജീവിതം. നമ്മൾ പല മനുഷ്യരും പല വിൻഡോയും തുറന്നു. ചിലരിങ്ങനെ വൈകുന്നേരം ഒരു ചെറുതടിച്ചിട്ട് ഈ സങ്കടം മറക്കാം, കൂട്ടുകാരുടെ കൂടെ പോയിരുന്ന് മറക്കാം, വീട്ടിൽ നിന്നൊരു എസ്കേപ്പ് മെക്കാനിസം കാണിക്കാൻ കൂട്ടത്തിൽ പള്ളിയിലും പോകും. ഒത്തിരി വിൻഡോ തുറന്നു കിടക്കുന്നുണ്ടാണ് പലത് ഹാങ് ആവുക. ഹാങ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ ജീവൻ? മലയാളം ഒരു വാക്ക് പറയുമോ? ഹാങ് ആവുക. ഹാങ് ആവുക തനി മലയാളം തൂങ്ങിക്കിടക്കുക എന്നുള്ളതാണ്. ഒരുപാട് ജീവിതങ്ങളിൽ ആത്മഹത്യകൾ, മരണങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം ഒത്തിരി വിൻഡോ തുറന്നു കിടന്നാൽ ഹാങ് ആവും. അതിന്റെ വളരെ സരളമായ മലയാള അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങൾ ഈ സൈഡിലെ ജനാല തുറന്നിട്ടാൽ നിങ്ങളുടെ അപ്പനോ മാവിമാരോ ചേട്ടന്മാരോ ചേട്ടായിമാരോ ഒക്കെ നിങ്ങൾക്ക് ഉപദേശം തരാനുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു ഫൈനൽ സൊല്യൂഷൻ. ഇത് കഴിയുമ്പോൾ, ഈ കല്യാണം കഴിയുമ്പോൾ ഒരു കാറ്റലോഗ് തരും. ജിയോപ്പോ ഒരു കാറ് വാങ്ങിച്ചാൽ ഒരു കാറ്റലോഗ് ഉണ്ടാവും. ഇപ്പോൾ ഒക്കെ ഓൺലൈനിലായിട്ട്. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ ഒരു കാറ്റലോഗ് ഉണ്ടാവും. ഈ കല്യാണം കഴിയുമ്പോൾ ഒരു കാറ്റലോഗ് തരും. അതൊരു ബൈബിളാണ്. ആ ബൈബിളിനെ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ പേര് കുറിക്കണം. ദ ബുക്ക് ഓഫ് സൊല്യൂഷൻസ്. പരിഹാരങ്ങളുടെ പുസ്തകം. പരിഹാരങ്ങളുടെ പുസ്തകം. 7487 വാഗ്ദാനങ്ങൾ അതിനകത്തുണ്ട്. ഇത്രയും വാഗ്ദാനങ്ങളുള്ളൊരു പുസ്തകം ഈ അണ്ടകടാഹത്തിൽ വേറെയില്ല. പരിഹാരങ്ങളുടെ പുസ്തകം, അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ ഈ വിൻഡോ തുറന്നു കിടക്കുക, ബാക്കി കുറേ വിൻഡോ ഒക്കെ അടച്ചിടുക. പല സങ്കടങ്ങളിലും പലരും നമ്മളോട് പല പരിഹാരങ്ങളും പറഞ്ഞു, നീ വാടെ ഞങ്ങളുടെ കൂടെ ഒന്ന് വാ എന്ന് പറയാൻ, നമുക്കൊരു യാത്ര പോകാം, നമുക്ക് ഒന്ന് കമ്പനി കൂടാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നതാണെന്നൊക്കെ. കേരളത്തിൽ ഇന്ന് നടക്കുന്ന, ഇത് പറയാൻ പാടില്ല ഈ സമയത്ത്, എങ്കിലും പറയേണ്ടി വരുന്നു, ഇന്ന് നടക്കുന്ന വിവാഹമോചനങ്ങളിൽ 69% ഓഫ് ഡിവോഴ്സസ് കോസ്ഡ് ബൈ സ്മാർട്ട് ഫോൺ. മനസ്സിലായില്ലേ? 69% വിവാഹമോചനങ്ങളുടെ കാരണം സ്മാർട്ട് ഫോണാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഈ വീട്ടിനകത്തെ സങ്കടങ്ങളെ, ഒറ്റപ്പെടലെ, വീട്ടിന് പുറത്തെ ബന്ധങ്ങളിൽ കൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പരിഹരിച്ച ആരും ഉണ്ടാവില്ല, ദുരന്തമായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ജനാല മുകളിലേക്ക് തുറക്കുക. ഒന്ന്, സ്നേഹം തണുത്തു പോകാതെ 2052 സൂക്ഷിക്കുക. 2, ഈ ജനാല മുകളിലോട്ട് തുറക്കുക, ഹാങ് ആകാതിരിക്കുക, ജീവിതം സ്റ്റക്കാകാതിരിക്കുക. 3-ാമത്തെ, മുറിവുകളിൽ മധുരം കണ്ടെത്തിയ വീടാണ് നമ്മുടെ അമ്മ മറിയത്തിൻ്റെ വീട്, ജോസഫിൻ്റെ വീട്. സാധാരണ കല്യാണം കഴിഞ്ഞ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്ന കുറേ കഴിയുമ്പോഴായിരിക്കും. ഇവിടെ ഇരിക്കുന്നവരൊക്കെ പറയും കുറേ കഴിയും. പക്ഷേ
തുടക്കത്തിൽ തന്നെ വേദന വിരുന്നു വരുന്ന ഒരു വീടാണ് മറിയത്തിൻ്റെ വീട്, ജോസഫിൻ്റെ വീട്. അവരെന്താ ചെയ്തത്? ഈ മുറിവുകളുടെ മധ്യേ നാളെ എന്നെ എല്ലാവരും ഭാഗ്യവതി എന്ന് വിളിക്കും, ചിരിച്ചു നിൽക്കണം. മഴവില്ല് പോലെ, എന്നാണ് ഞാൻ പറഞ്ഞത്, ദാമ്പത്യം മനസ്സുകൾ തീർക്കുന്ന മഴവില്ലാണ്. ജിയോയും മാനസിയും വളരെ നന്നായി ജീവിച്ചു കാണണം എന്ന് എല്ലാവരും ആഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിലുള്ള നിങ്ങളുടെ കെമിസ്ട്രി വളരെ സുന്ദരമായിരിക്കട്ടെ, അല്ലേ? കുഞ്ഞുണ്ണി മാഷ് പാടുന്നത് പോലെ കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കണം എന്നാണ്. മനസ്സിലായോ? പുതിയ ആളുകൾക്ക് ഈ മലയാളം ഒന്നും പറഞ്ഞ് മനസ്സിലായോ? കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കണം. ഈ പൊറുതി എന്നുള്ളതിന് മലയാളത്തിൽ രണ്ടർത്ഥമാണ്. ഒന്ന്, കൂടെ പൊറുക്കുക. കൂടെ പൊറുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വെറുതെ ബലം പിടിക്കാതിരിക്കുക, പച്ചയ്ക്ക് പറഞ്ഞു. ബാച്ചിലർ ലൈഫ് എന്ന് പറയുന്നത് സാഠ്യങ്ങളുടേതാണ്, നിർബന്ധങ്ങളുടേതാണ്, തന്നിഷ്ടങ്ങളുടേതാണ്. ചില കാര്യങ്ങൾ ചുമ്മാ മിണ്ടാതിരിക്കുക. ഒരുപാട് ദേഷ്യം വരുമ്പോൾ ഒരു കൗള് വെള്ളം വായിൽ കൊണ്ടിട്ട് വെറുതെ ഒരു മിനിറ്റ് ഇരിക്കുക. കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കുക എന്ന് മുന്നണി മാഷ് പാടിയതുപോലെ ആ ക്രിസ്തു സ്നേഹത്തിൻ്റെ ഉദാത്തമായ തലങ്ങളെ നമ്മളിങ്ങനെ പാടിയും ധ്യാനിച്ചും 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കൊരു കാറ്റലോഗ് തന്ന ഈ പടി ഇറക്കി വിടുകയാണ്. ഈ ചിരി മായാതിരിക്കട്ടെ, ഈ സ്വപ്നങ്ങൾ കരിഞ്ഞു പോകാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെടാതിരിക്കട്ടെ. വല്ലാത്തൊരു കാലത്തിലാണ്. ഒരുപാട് സ്മാർട്ടായ മനുഷ്യർ, ഒരുപാട് പ്രൊഫഷണലായ മനുഷ്യരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇടയിലെ കെമിസ്ട്രി നഷ്ടപ്പെടരുത്. അതൊരു രസതന്ത്രമാണ്. ആ കെമിസ്ട്രി നഷ്ടപ്പെടാതിരിക്കുക. നിങ്ങൾ എത്ര സ്മാർട്ടായാലും പ്രൊഫഷണലായാലും. അതുമാത്രം ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജീവിക്കാൻ ജിയോ, ആൻസിയെ എനിക്കറിയില്ല, ആൻസി അങ്ങനെ തന്നെയാവും. ജിയോ ഈ ബലിപീഠത്തോട് ബന്ധിക്കപ്പെട്ട് വളർന്ന ഒരാളാണ്. ആ ഒരു ക്വാളിറ്റി നിശ്ചയമായിട്ടും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അത് ആൻസിയിലും ഉണ്ടാകും തീർച്ചയായും. അതും മുടങ്ങിപ്പോയിരിക്കട്ടെ. അവസാനമായി പറയാനുള്ളത്, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും പ്രായമാകാതിരിക്കട്ടെ എന്നുള്ളതാണ്. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും പ്രായമാകുന്നത് എപ്പോഴാണ്? മാതാപിതാക്കൾക്ക് പ്രായമാകുന്നത് മക്കളുടെ മനസ്സിൽ നിന്ന് സ്ഥാനഭ്രംശം സംഭവിക്കുമ്പോഴാണ്. ഈ ഇരിക്കുന്ന എല്ലാ അപ്പനും അമ്മയും ഇത് പറയും. മാതാപിതാക്കൾക്ക് വാർദ്ധക്യം ഉണ്ടാകുന്നത് മക്കളുടെ മനസ്സിൽ നിന്ന് സ്ഥാനഭ്രംശം സംഭവിക്കുമ്പോൾ. മക്കൾ മുല കുടിക്കുമ്പോൾ തന്നെ അവരുടെ അകന്നകന്നു പോകുന്ന കാലൊച്ച കേട്ട് ഞെട്ടുന്നവരാണ് ഇന്നത്തെ അമ്മമാർ. ഒരു 60 വർഷം മുമ്പ് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരി എഴുതിയ വരികൾ 2025 അതെത്ര റെലവൻ്റാണ്. മക്കൾ മുല കുടിക്കുമ്പോൾ തന്നെ അവരുടെ അകന്നകന്നു പോകുന്ന കാലൊച്ച കേട്ട് ഞെട്ടുന്നവരാണ് മാതാപിതാക്കൾ, അമ്മമാർ. വല്ലാത്തൊരു കറുത്ത യാഥാർത്ഥ്യം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ഇതുവരെ നിങ്ങൾ നിന്നതിലും കുറച്ചുകൂടെ പ്രാർത്ഥനയോടെ ദൈവമേ ഈ ഇവിടെ നിന്ന് കിട്ടുന്ന കെമിസ്ട്രി നഷ്ടപ്പെട്ടു പോകരുന്നതിന് ജിയോയും ആൻസി കുറച്ച് പ്രവർത്തിക്കുക. നമുക്കും ഇവർക്ക് ആശംസകൾ നേരാം. എഴുന്നേൽക്കാം വിവാഹ ശുശ്രൂഷയുടെ 2ാം ഭാഗത്തിലേക്ക്. വിരുന്നിനും കഴിവില്ലാത്ത മണമറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോട് കൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുമാറാകണമേ. മോശോ വാകുല സുബ്ഹാൻ ലബി
നിന്റെ നല്ലവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനയിൽ നിന്നുള്ള ആനന്ദം കൊണ്ടവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ അവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാകമാതന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവേ, അവിടുത്തേക്ക് സ്തുതി. തന്റെ മക്കളുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളിലൊക്കെയും സ്തുതിയും സ്തോത്രവും ഈ പരിമള തോപത്തോടൊന്നിച്ച് അവിടുത്തേക്ക് യോഗ്യമാകുന്നു. സമുദായ
പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ അവിടുന്ന് സന്തോഷിക്കുകയും എളിയവനും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ അവിടുന്ന് പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ അവിടുന്ന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയമായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായ നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തണലിലും അഭയം പ്രാപിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിക്കണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സമ്മതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായി സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദസ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളാ ഞങ്ങൾ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. അവിടുന്ന് ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം എല്ലാവരും കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിലതി സുന്ദരി ജാനികളിൻ സൂരും ബ്രഹ്മദിശരോമോന്തി മനസ്സനെ നിന്നെ നാളെ ശ്രീവായി വന്നിപ്പുയ രാജാവാശിവം Oh
കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്തു. മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലമുറച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഹൃത്തും അംഗീകരിച്ചോണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞ വലങ്കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇവരോട് വലതു ഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോ ഓശോ കുൽസുബാലോൽമേ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. സ്നേഹായുടെ സ്തുതി നമ്മുടെ മേൽ തന്നെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനു വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുകയും മിശിഹായുള്ള സ്നേഹത്തിൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവർ കളങ്കരഹിതയും പരിശുദ്ധിയുമായി തീരുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരുമൊരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവർ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമി ദീർഘായുസായിരിക്കുവാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായ് ബാറക്കുമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്നവൻ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവവചനങ്ങളുടെ അരപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാം
സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശുദമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ അടുത്തു ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സ്രഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയം കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരം കുറ്റമല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവരില്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാശന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Senma,
കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെയാചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാൻ വശിഹാദ്രവനാരചിരം മകുടം പാരം രുചിരം മണിനുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെയാചാര്യൻ അണിയിക്കും മകുടം രമ്യം ശാശ്വതശാലാധീശ സത്യമണാണ ശീഘ്രം സവിതമണമേ സദരം സന്തോഷിക്കാം. ശത്രുവിന് സർവശക്തിക്കെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വനിനുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം വാനിനുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാൻ വശിഹാദ്രവനാരചിരം മകുടം പാരം രുചിരം മണിനുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളൻ മകുടം തിരുമുൾമുടിയോടു സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടു സദൃശ്യം ആയുഷ്കാലം സന്തോഷിപ്പാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ശുചിന്ദം സ്ലീവാ വിജയ കൊടിത സ്ലീവാ നമ്മെ രക്ഷിച്ചീ
സന്തോഷിക്കുന്നതിനായി ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയവനോളം വിഖ്യാതപ്പെടാൻ യഥാർത്ഥമായ നിങ്ങളുടെ മനോളത്തിന് മുദ്രയിടുമാറാകട്ടെ. വിശ്വാസത്തിനാത്തിന്റെ സഭയിൽ എന്ന വാക്കുകൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുകൈ വന്ന് നിങ്ങളിൽ ആവശ്യിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. സമാധാനമാലാഹാദങ്ങളോടൊപ്പമായിരുന്നു ആകൽക്കരസാട വഞ്ചനയിൽ നിങ്ങളെ കാത്ത് സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. കരുണകരമായ ദൈവത്തിനായി നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ തന്നെ അന്യോന്യം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ തന്നെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം സന്തോഷിക്കേണ്ടതിന് ഉത്തമ മക്കളെ ദൈവത്തിനായി നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമി നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവലോഭനും തന്റെ മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വന്ന് വസിക്കുമാറാകട്ടെ. ദൈവപ്രഭാവനും സഹാക്കിനും യാക്കോബിന് നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വന്ന് പാർക്കുമാറാകട്ടെ. ആകാശത്ത് നിന്ന് പരമഞ്ഞും ഭൂമിയിൽ പാർപ്പിക്കുന്ന എല്ലാ സൽഫലങ്ങളും ദൈവത്തിനായി നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവത്തിനെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വന്ന് വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ ഇഷ്ടത്തെ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലമേൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങളിൽ വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും എല്ലാവിധ സൗഭാഗ്യങ്ങളാലും ദൈവത്തിനായി നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ആ പാപികമായ സ്ത്രീയുടെ പ്രകാരം നിങ്ങളുടെ കടങ്ങളെയും നിങ്ങളുടെ പാപങ്ങളെയും ഞാൻ ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലുതാവാതുകളെ പോലെ നിങ്ങളുടെ വലുതാവത്താൽ സ്വർഗരാജ്യത്തിന് അവകാശമായിട്ട് ഭവിക്കുമാറാകട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോൾ കൊള്ളപ്പെടുമാറാകട്ടെ. ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ വാട്ടിലുള്ള ഉടമ്പടി ചെയ്യുവാനായി സീനായ മലമേറിൽ ആഹ്വാനം നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റാം. ആർക്കുമോ തോട്ടം പോലെ വീശിച്ചിടുക തോളിൽ തന്നെ മുദ്രിതമാക്കി പീഡകളാൽ അടിമവിടൂത്തി സ്വർഗത്തിൽ പന്നിലെന്നേറ്റി മോളിയോരായി കർത്താവേ നിന്നാർദ്രത നിറയും വാതിൽ തുറന്നേ പ്രാർത്ഥന കേട്ടി താൻ വാക്കളിൽ ഉണ്ടാകേണം. ബലികൾക്ക് വരവേണം. തീരോലോകം ഇവരുടെ കാലം ശുഭമാകേണം. സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളത്, ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സുലീബായുടെയും വെടിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം നമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ പരിശുദ്ധ കന്യകമറിയാമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവമുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശത്തിന്റെ ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സൃഷ്ടിയല്ലാത്തവരും സാരാംശോട് സമത്തോളാനും സാരവുമായി നിർമ്മിച്ചവരും മനുഷ്യരായ ജനങ്ങൾ രക്ഷിക്കാൻ വേണ്ടി പ്രകാരം സർവ്വത്തിറങ്ങി വിശുദ്ധമായ ദേവമാതാവാശിക്കുന്നറിയാവുന്ന ശരീരയെ തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പുരസ്കരിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് പരിശ്രമിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ വലതുവാതിരുമാൻ ജീവനോടെ മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മതത്തോടെയും പരിപാലിക്കുന്നവരും തന്റെ രാത്രി അവസാനമില്ലാത്തവരുമായ നിങ്ങൾ വിശ്വസിക്കുന്നു. പുത്രനോടുകൂടെ ഒന്നിക്കപ്പെട്ട് സ്നേഹപ്പെടുന്നവരും സംസാരിച്ചവരുമായ ജീവന വിശുദ്ധികളിലേക്കും കാതോലികവും സ്നേഹികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമായി ലോകത്തിലെ പുതിയ ജീവമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നിന്നാൾ സ്തുതിയോട് രാജമകൾ നിർമ്മലമായി രാജഭാമിനിയും ോ
മറിയാമിൻ സ്മരണം നിർത്തിയിടരുതേ പരിശുദ്ധേ നീതിമാൻ മല പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോലെയും മാർത്തോമ മാർത്തേവോദോറോ ഭാഗ്യം നീബിയാകും ആത്മീയമായ വിശുദ്ധ വിവാഹ കൂദാശയിലും ധൂപപ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവതമ്പുരാൻ വാഴ്ത്തിക്കൊണ്ടുമാറാകട്ടെ. ദൈവതമ്പുരാൻ നിങ്ങൾക്കും വിശ്വാസികളായ വാങ്ങിപ്പോവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ കുറ്റമുള്ളതും കുറവുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥന ഉന്നതോ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും മക്കളുടെ പാർക്കുമോ റാബോ റൂഹായോ കാദേശോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും വിശുദ്ധാത്മാവിസം വന്ദനായ ഗീവർഗീസ് ഫിലിപ്പച്ചനാണ്. വന്ദനായ അച്ഛനോടും ഈ ഇടവകയുടെ മുൻ വികാരിമാരായ മാത്യൂസ് തട്ടാരച്ചൻ, മാത്യു എബ്രഹാം അച്ഛൻ, സോളോ കോശി രാജുവച്ചൻ, ജോൺ ഡി വർഗീസ് അച്ഛൻ തുടങ്ങിയ വൈദിക ശ്രേഷ്ഠരോട് മണ്ണവാട്ടിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനോട് ഈ ഭവനത്തിൻ്റെ ബന്ധുക്കളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗിവർഗീസ് പള്ളിവാലക്കൽ അച്ഛൻ, ബഹുമാനപ്പെട്ട അനിലാലച്ചൻ എന്നിവരായ വൈദിക ശ്രേഷ്ഠരോടുമുള്ള വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷം സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി നീ മിന്നും താലിപ്പൊന്നിൽ ഇന്നിൻ സ്വന്തം നീ
ലോകമാകെ നിറയും മഴവിൽ നീയാണേ, മധുരം തൂകും മഴയും നീയാണേ. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു, മിഴിയിൽ നീ അകലെ, എൻ കണ്ണിൽ കണിയായി. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി നീ, എൻ മിന്നും താലിപ്പൊന്നിൽ എന്നെൻ സ്വന്തം നീ. നിന്നോടു പറയുവാൻ നീ മാത്രമറിയുവാൻ നെഞ്ചാകെ നിറയുമെൻ തീരാത്ത മൊഴി തരാം. തൂവാനിൽ വരും തിങ്കളെ, ആകാശം തൊടും തെന്നലെ,
കൺമൂടവേ ഓമലേ. പ്രിയമെഴുന്ന പ്രണയവാക്കുകൾ നിറയുമെന്റെ ഹൃദയമാകവേ. തീ മൂടുന്നൊരെന്നോ വായോർമകൾ നീയില്ലെങ്കിലാരോ മലേ, നീയില്ലെങ്കിലാരോ മലേ. നെഞ്ചാകെ നിറയുമെൻ തീരാത്ത മൊഴി തരാ. നിന്നോടു പറയുവാൻ നീ മാത്രമറിയുവാൻ നെഞ്ചാകെ നിറയുമെൻ തീരാത്ത മൊഴി തരാ. പെയ്യും നിലാവുള്ള രാവിൽ ആരോ ആരോ ആമ്പൽ മണിപ്പൂവിനുള്ളിൽ വന്നേ. ആരോ വാർമേഘവും വെൺതാരവും മഞ്ഞും കാറ്റും കാണാതെ താനേ വന്നേ. ഇരുമിഴികളിൽ അണിവിരലൊടു തൂവുന്നു പൂവില്ല. വേനൽക്കിനാവിൻ തൂവൽ പൊഴിഞ്ഞേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ
തെരഞ്ഞെടുക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കൃപ നിറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. വാഴ്ത്തുക അവന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേഹോ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ തലമുറകളായി കാത്തു പരിപാലിക്കുന്ന സ്വർഗീയ പിതാവേ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസം തമ്പുരാനെയും ഞങ്ങളെ തമ്പുരാനെ ദൈവം അനുഗ്രഹിച്ച നല്ല കൃപയോർക്ക് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ അവിടുത്തെ തിരുമുമ്പിൽ പ്രാർത്ഥനയോടെ തമ്പുരാനെ ഇരു കുടുംബങ്ങളും തമ്പുരാനെ ഒന്നായി തീരുന്നു. തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിച്ച നല്ല കൃപയോർക്ക് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാൻ്റെ ശക്തിയായ തമ്പുരാനെ പ്രിയ കുഞ്ഞുങ്ങൾ ഒന്നായി തീരുന്ന വിശുദ്ധ വിവാഹ കൂദാശ വളരെ ഭംഗിയായി നിറപടിയായി എല്ലാം ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ പര്യവസാനിച്ച നല്ല കൃപയോർക്ക് സ്തുതിക്കുന്നു. തമ്പുരാൻ അതിനെ അനുഗ്രഹിച്ച നല്ല കൃപയോർക്ക് സ്തുതിക്കുന്നു. അത് അവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും തമ്പുരാനെ എല്ലാവർക്കും അവിടെ നൽകുമാറാകണമേ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും പ്രത്യേകിച്ച് കാലാവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കിയ നല്ല കൃപയോർക്ക് സ്തുതിക്കുന്നു. നാഥ, ഒന്നും തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. നാഥ തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിച്ച നല്ല കൃപയോർക്ക് സ്തുതിക്കുന്നു. തമ്പുരാനെ പ്രത്യേക ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹം തമ്പുരാനെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് തമ്പുരാനെ അത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുമാറാകണമേ. ഇവിടെ കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തമ്പുരാൻ അറിയുന്നുവല്ലോ. നാഥ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രിയ ചിക്കുവിനും തമ്പുരാനെ ആൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണല്ലോ തമ്പുരാൻ ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തമ്പുരാനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് മാർഗദീപമായി തീരുവാൻ തമ്പുരാനെ ഇടയാക്കണമേ. ഇത്തരണത്തിൽ തമ്പുരാനെ മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗുരുക്കന്മാരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദിക ശ്രേഷ്ഠർ തമ്പുരാനെ വിശുദ്ധ വിവാഹ കൂദാശയെ സംബന്ധിച്ച് എല്ലാ ഈ വൈദികരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ തമ്പുരാനെ ബന്ധുമിത്രാദികളായ ചാർച്ചക്കാരായിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും തമ്പുരാനെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ തമ്പുരാനെ തലവണങ്ങിക്കൊണ്ട് നിൽക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹം തമ്പുരാനെ അവിടെ നിന്ന് നൽകുമാറാകണമേ. ഉയരത്തുനിന്ന് തമ്പുരാനെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ലോകം തരുന്നത് പോലെയല്ല നരളി ചെയ്യുന്നതാകാം. വേണ്ടുന്നതായ സമാധാനവും ശാന്തിയും തമ്പുരാനെ അവിടെ നിന്ന് നൽകുമാറാകണമേ. നാദാ, വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ തമ്പുരാനെ രണ്ട് കുടുംബങ്ങൾ തമ്പുരാനെ ഞങ്ങൾ ഒന്നിച്ചുവല്ലോ. തമ്പുരാനെ ഞങ്ങളുടെ ഈ കുടുംബങ്ങൾ തമ്മിൽ ഐക്യത്തിനും സമാധാനത്തിനും പ്രാർത്ഥനയിലും തമ്പുരാനെ തുടർന്ന് അങ്ങോട്ട് ജീവിക്കുവാൻ തമ്പുരാനെ ഇടയാക്കണമേ. നാദാ, ഞങ്ങളുടെ പോക്കിലും വരവിലെല്ലാം തമ്പുരാൻ കൂടെ ഇരുന്ന് ബന്ധപ്പെടുത്തി ശക്തീകരിക്കണമേ. നാദാ, ഇവിടെ എല്ലാവരെയും ദിവസത്തിൽ ഒരിക്കൽ കൂടി ദിവസത്തിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും തമ്പുരാനെ അവിടെ നൽകുമാറാകണമേ. ഞങ്ങളുടെ ഇടവകയുടെ കാവൽ പിതാവായ പരിശുദ്ധനായ ദൈവോദറോസ് സഹതയുടെ മധ്യസ്ഥതയും കാവലും കോട്ടയും തമ്പുരാനെ ഞങ്ങൾക്ക് എന്നുമെന്നും ഉണ്ടായിരിക്കുമാറാകണമേ. പ്രത്യേക തമ്പുരാനെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയ പിതാവിൻ്റെ തമ്പുരാനെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നാദാ, പ്രത്യേക പ്രാർത്ഥനയെ ഞങ്ങൾ ദൈവസന്നിധി ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയവരെ സ്വർഗീയ ഉഷ്ണവിൽ ആശ്വസിപ്പിക്കണമേ. തന്നെ ബാർക്കിമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും തമ്പുരാനെ ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേക ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന നാദാ പ്രിയ ചിക്കുവിൻ്റെയും ആൻസിയുടെ മേലും അവരുടെ കുടുംബത്തിന്മേലും ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോരുന്ന സകല പരേതാത്മാക്കളുടെ മേലും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ചായങ്ങളാലേ ഉള്ളം തലോടാൻ കൈനീട്ടിയാരോ കാതോരം വന്നോരോ നിമിഷത്തിൽ